സുലു എന്താ പ്രികേഷ്, എന്താ ഇതിൻ്റെ ഉദ്ദേശം? നീ പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ, നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എൻ്റെ പോരയിൽ നിനക്ക് ആടെ 4 അനിയത്തിമാരല്ലേ, ഓരും പോരാറിഞ്ഞിക്കല്ലേ. നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എൻ്റെ കൈ കടിച്ച് കുറച്ച് ഓർക്കുന്നുണ്ടാ. മുത്തപ്പൻകാവിൽ വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് മൃഗേഷേ. മൂത്രം ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ടം പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എനക്ക് എന്നെ കല്യാണം കഴിക്കണം. മൃഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോൻ വണ്ടി കിട്ടോ, എനിക്കുള്ള വെള്ളം ഞാൻ എവിടുന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ സുലു. എന്താണ് നീ കാണിച്ചത്? സഹാക്കിയുള്ള പാമ്പുകളും നേരെ നിൽക്കുന്നുണ്ട കൂതറ അടിയാ. സംഗതി ചർച്ചയായിട്ടുണ്ട്. വായന ചേച്ചി നിൽക്കുന്നുണ്ട്. നിൽക്കണം, അത് പോയിട്ട് പിന്നെ വരുന്ന വാളയാ അളിയാ. എനിക്ക് ധൈര്യക്കുറവ്. എൻ്റെ അടിച്ചാൽ ഇറങ്ങിപ്പോയി ഞാൻ അടിച്ചു വന്നാലാ. അളിയാ, ഈ ലോകത്തിന് ഒരു ഇന്ദ്രനെ ഒരു ചന്ദ്രനെയും ഈ മൃഗേഷ് പേടിക്കില്ല. അളിയം വാ. ഓനോട് ഇപ്പൊ സംസാരിക്കാൻ കൊള്ളൂല, ഞാൻ നാളെ വരാം. ഗുഡ് നൈറ്റ്. വീണ്ടും സന്ധിക്ക് വരാണല്ലോ. ദേഷ്യത്തില ആയിഷയോട് എന്റെ ഒരു സ്റ്റോറി പറഞ്ഞേക്കും. ആ മാറൂമേ കല്യാണി, ബാക്കി സമയം ന്യൂസ് എത്തിച്ചിട്ടുണ്ടാവല്ലേ? എന്നാലും നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു വണക്കം. മൂക്കറ്റ മോദി വന്നിട്ട് ഇപ്പൊ കിടന്ന് ഓക്കാനിക്കുന്നു. കാരണം അങ്ങോട്ട് പട്ടിണി എന്ന് വെച്ച് പട്ടി ഇറച്ചി തിന്നാനൊക്കോ?